പ്രശസ്തമായ മംഗളാദേവി ചിത്തിര പൗർണമി ഉത്സവം കണ്ടുവരാം. പോലീസിന്റെയും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കർശന പരിശോധനകൾക്ക് ശേഷം മെറ്റൽ ഡിറ്റക്ടറിനുള്ളിലൂടെ കടന്നു വേണം 15 കിലോമീറ്ററോളം പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ടെമ്പിളിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ. വനം വകുപ്പ് ഒരുക്കിയിരിക്കുന്ന 500-ലധികം ടാക്സി ജീപ്പുകളിലായും കാൽനടയായും ക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ്. കാടിൻ്റെ സൗന്ദര്യവും വന്യതയും ആസ്വദിച്ച് കാൽനടയായി തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ അത് കുറച്ച് ദുഷ്കരമായ കാര്യം തന്നെയാണ്. കാരണം ക്ഷേത്രത്തിനടുത്തെത്തുമ്പോൾ ഒരു 4-5 കിലോമീറ്റർ വളരെ ചെങ്കുത്തായ കയറ്റമാണ് നമ്മൾ കയറാനുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ പല കഥകളും പറയപ്പെടുന്നു. പാണ്ഡ്യ രാജാക്കന്മാരാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന ഒരു കഥയുണ്ട്. അതുകൂടാണ്ട് ചേര രാജാവായ ചെൻകോട്ടുവനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും മറ്റൊരു കഥയിൽ പറയുന്നു. പ്രശസ്തമായ തമിഴ് സാഹിത്യകൃതിയായ ചിലപ്പതികാരത്തിൽ പറയുന്നത് പാണ്ഡ്യ രാജ്യം കത്തിച്ച് നശിപ്പിച്ച കണ്ണകി 14 ദിവസം ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് താമസിച്ചു എന്നതാണ്. ഈ മലയുടെ ഏറ്റവും മുകളിലായി ഒരു ടവർ നിൽക്കുന്നത് കാണാം. ആ ടവറിനടുത്തേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. യാത്രയിൽ അകലെയുള്ള മലനിരകളിലായി കാട്ടുപോത്തിൻ കൂട്ടങ്ങളും ആനക്കൂട്ടങ്ങളും മേയുന്നത് കാണാം. മുകളിലേക്ക് കയറും തോറും പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മരങ്ങളുടെ ഹൈറ്റ് കുറഞ്ഞു വരുന്നതായി കാണാം. ഏറ്റവും ടോപ്പിൽ പാറക്കെട്ടുകളാണ്. അതിലൂടെയുള്ള നടന്നുകയറ്റം തികച്ചും ദുഷ്കരം തന്നെയാണ്. നടന്നുള്ള യാത്ര കഠിനമാണെങ്കിലും ഇടമുറിയാണ്ട് ആളുകൾ താഴെ നിന്നും നടന്ന് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജീപ്പിനുള്ളിൽ ഇരിക്കുന്നവർക്കും ഒരു ഓഫ് റോഡ് ഡ്രൈവിങ്ങിൻ്റെ എല്ലാവിധ അനുഭവങ്ങളുമായിരിക്കും ലഭിക്കുന്നത്. വളരെ വീതി കുറഞ്ഞ ഇരു സൈഡും അഗാധമായ കൊക്കകളുള്ള ഈ റോഡിലൂടെ അല്ലെങ്കിൽ ഈ ഓഫ് റോഡിലൂടെയുള്ള യാത്ര ഡ്രൈവർമാർക്ക് അവരുടെ പരിചയസമ്പന്നത മുഴുവൻ പുറത്തെടുക്കാനുള്ള അവസരം നൽകുന്നു. ജീപ്പിനുള്ളിൽ ഇരിക്കുന്നവർക്കും സ്വല്പം ഭയം എന്തായാലും ഉള്ളിലുണ്ടാവും ഈ വഴിയിലൂടെ പോകുമ്പോൾ. അകലെ കാണുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പം ഭാഗങ്ങളാണ്. അവിടെ നിന്നും ചെങ്കുത്തായ പാറക്കെട്ടുകൾ വഴി കയറി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. വർഷത്തിൽ ഒരു ദിവസം മാത്രം പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള ഇവിടെ ഉത്സവത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നത് തേനി കലക്ടറും ഇടുക്കി കലക്ടറും ഒരുമിച്ച് ചേർന്നാണ്. കേരളവും തമിഴ്നാടും തമ്മിൽ ഇവിടെ ഒരു അതിർത്തി തർക്കം നിലനിൽക്കുന്നതിന് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് ഉത്സവം നടത്തുന്നത്. ഡോക്ടർമാരും നഴ്സുമാരും സർവ്വസന്നമായ പോലീസ് സന്നാഹവും ഇവിടെ കാണാൻ സാധിക്കും. ചെരുപ്പുകൾ ഊരിയിട്ട് നമുക്ക് ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാൻ പോകാം. വലിയ കൽപ്പാളികളിൽ നിർമ്മിതമാണ് ക്ഷേത്രം. കാലപ്പഴക്കം പല ഭാഗത്തും നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു. 2 പ്രധാന ക്ഷേത്ര ഗോപുരങ്ങളിലായി തമിഴിലും മലയാളത്തിലുമാണ് പൂജാകർമ്മങ്ങൾ നടക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയായ മംഗളാദേവി കണ്ണകി ദേവിയാണ്. അതുകൂടാണ്ട് ശിവന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളും നമുക്ക് കാണാൻ സാധിക്കും. കാലത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നു വീണ കൽപ്പാളികൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നത് കാണാം. പ്രകൃതിയുടെ പരീക്ഷണങ്ങളെ അതിജീവിക്കുക എന്നതാണ് ക്ഷേത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ന് തന്നെ ഇടിമിന്നലിൽ ഇവിടെ 6 തീർത്ഥാടകർക്ക് പരിക്കേറ്റിരുന്നു. വലിയ ഒറ്റക്കൽ പാളികൾ കീറിയെടുത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പുലർച്ചെ നടന്നു കയറിയ തീർത്ഥാടകർക്ക് തക്കാളി ചോറ് പോലെയുള്ള ഒരു പ്രത്യേക വിഭവമാണ് നൽകുന്നത്. ഇത്രയും ദൂരം നടന്നു വന്നവർക്ക് അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാവും. പ്രകൃതി അനുഗ്രഹിച്ച കാടിനുള്ളിലെ ഈ ക്ഷേത്രത്തിൽ വന്നു പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരു കുളിരാണ്. ഒരു ഓഫ് റോഡ് യാത്രയുടെ ത്രില്ലും കാടിനുള്ളിലേക്കുള്ള യാത്രയുടെ അനുഭവവും ഒരുമിച്ച് നമുക്ക് അനുഭവിക്കുന്നു.